അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റ് കൻസുൻ ലാ യൻഫദ്. കൻസുൻ ലാ യൻഫദ്. കൻസ് എന്ന പദത്തിൻ്റെ അർത്ഥം നിധി എന്നാണ്. നിധി. ലാ യൻഫദ്. നഫദ എന്ന് പറഞ്ഞാൽ തീർന്നു പോവുക, ഇല്ലാതാവുക, നശിച്ചു പോവുക തുടങ്ങിയ അർത്ഥങ്ങളാണുള്ളത്. ലാ യൻഫദ് നശിപ്പിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ തീർന്നു പോകാൻ പാടില്ലാത്ത, നശിപ്പിക്കരുതാത്ത എന്നൊക്കെയാണ് ആ വാക്കിന് അർത്ഥം വരുന്നത്. ഈ യൂണിറ്റിൽ നമുക്ക് 3 പാഠങ്ങളാണുള്ളത്. മാ ഉൻ സ്വാഫിൻ, സമാ ഉൻ മുംതിറ, മാ അസ്മനൽ മാ. പാഠഭാഗത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. വെള്ളം പാഴാക്കുന്നതിനെ കുറിച്ചാണ് ഈ ചിത്രം നമ്മളോട് സംസാരിക്കുന്നത്. വെള്ളം എന്ന വാക്കിന് അറബിയിൽ പറയുന്ന വാക്ക് മാ ഉൻ എന്നാണ്. വെള്ളത്തിന് മാ ഉൻ. അതുപോലെ നശിപ്പിക്കുക അല്ലെങ്കിൽ വേസ്റ്റ് ആക്കുക എന്നുള്ള വാക്കിന് പറയുന്ന വാക്ക് ഹദറ. ഹദറ, വേസ്റ്റ് ചെയ്യുക, പാഴാക്കുക. നമുക്ക് വെള്ളം വേസ്റ്റ് ആക്കരുത് എന്നതിന് ലാ തഹദുറിൽ മിയാഹ്. മാ എന്ന വാക്കിൻ്റെ ജം ആണ് മിയാഹ്. ലാ തഹദുറിൽ മിയാഹ്, വെള്ളം പാഴാക്കരുത്. അതേപോലെ ഈ ചിത്രത്തിനോടനുബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന മറ്റ് പദങ്ങളാണ് മസാദീറുൽ മിയാഹ്. മസാദീർ എന്ന് പറഞ്ഞാൽ സോഴ്സുകൾ, സ്രോതസ്സുകൾ, ജലസ്രോതസ്സുകൾ. വെള്ളം നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? മിൻ ഐന നഹസുലു അലൽ മിയാഹ്. നമുക്ക് വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ, ഒന്ന് മഴയാണ്, അതിനെ മത്വർ എന്നാണ് പറയുക. മഴ, മത്വർ. പിന്നെ കിണറുണ്ട്, ബിഇർ. ബിഇർ, കിണർ. ഇതിൻ്റെ ജം ആണ് കിണറുകൾ, ആബാർ. ആബാർ. നെഹർ, പുഴ, അൻഹാർ, പുഴകൾ. ബഹർ, കടൽ, ബിഹാർ, കടലുകൾ. ഐന്, തോട് അല്ലെങ്കിൽ അരുവി, ഐന്. ഒയൂന്. ഇങ്ങനെ വെള്ളം കിട്ടുന്ന പലതരം സ്രോതസ്സുകൾ നമുക്കിവിടെ പരിചയപ്പെടാം. മസാദീറുൽ മിയാഹ് എന്നാണ് ജലസ്രോതസ്സുകൾക്ക് പറയുന്നത്. തൊട്ടടുത്ത പേജിലേക്ക് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേര് മാ ഉൻ സ്വാഫിൻ. മാ ഉൻ സ്വാഫിൻ. മാ വെള്ളം, സ്വാഫിൻ ശുദ്ധമായ. സാത്ത മസാഇൻ, ഒരു ദിവസം വൈകുന്നേരം. മസാ വൈകുന്നേരം. റജഅ വലതുൻ. റജഅ മടങ്ങി വന്നു. വലതുൻ ഒരു കുട്ടി മടങ്ങി വന്നു. ഇലാ ബൈത്തിഹി അവൻ്റെ വീട്ടിലേക്ക്. ഹസീന വളരെ ദുഃഖത്തോടുകൂടി ഒരു ദിവസം വൈകുന്നേരം ഒരാൺകുട്ടി അവൻ്റെ വീട്ടിലേക്ക് വന്നു. ലി അന്നഹു, ലി അന്നഹു ബിക്കോസ്, അതിന് കാരണം, അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണമാണ് പറയുന്നത്. സമിഅ അവൻ കേട്ടു. മിൻ മുദരിസത്തിഹി അവൻ്റെ ടീച്ചറിൽ നിന്ന്. മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം എന്നാണ് അർത്ഥം. മുദരിസത്ത് അധ്യാപിക, മുദരിസത്തിഹി അവൻ്റെ അധ്യാപികയിൽ നിന്ന്. അൻ അത്തുഫാലിൻ, അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച്, എബൌട്ട്. അത്തുഫാലിൻ തുഫ്ല് കുട്ടി, അത്തുഫാല് കുട്ടികൾ, കുട്ടികളെ കുറിച്ച്. ലാ യജിദൂനൽ മാ, ലാ യജിദു കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല, അൽ മാ അവർക്ക് വെള്ളം കിട്ടുന്നില്ല. അസ്വാലിഹ് എങ്ങനെയുള്ള വെള്ളം? സ്വാലിഹ് നല്ല വെള്ളം. ലിഷുർബി, ഷുർബ് ശരിബ കുടിച്ചു എന്നാണ്. ഷുർബ് കുടിക്കാൻ വേണ്ടി നല്ല വെള്ളം അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെ കുറിച്ച് അവൻ്റെ ടീച്ചർ പറഞ്ഞത് അവൻ കേട്ടു. അതുകൊണ്ട് വളരെ ദുഃഖത്തോടെ അവരെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടാണ് ഈ കുട്ടി വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് വരുന്നത്. ഇത് കണ്ടപ്പോൾ ഫസഅലത്തിൽ ഉമ്മ, ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ഫ അപ്പോൾ, സഅല ചോദിച്ചു. ഫസഅലത്തിൽ ഉമ്മ, ഉമ്മ ചോദിച്ചു. മാ ബിക യാ ബുനയ്യ, ബുനയ്യ എന്ന് പറഞ്ഞാൽ മകൻ, ചെറിയ മകൻ എന്നാണ് അർത്ഥം. യാ എന്ന് പറഞ്ഞാൽ മകനേന്ന് നമ്മൾ വിളിക്കുന്നതാണ്. മാ ബിക
നിനക്ക് എന്തു പറ്റി? യാ ബുനയ്യ, കുഞ്ഞുമകനേന്ന് ചോദിച്ചു. അപ്പം അൽ വലത്, കുട്ടി പറയാണ്, ഉമ്മ ഉരീദു സബഈന ദുലാറൻ. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് ആവശ്യമാണ്. സബഈന, 70. സബഅ 7, സബഈൻ 70, ദൂലാറൻ ഡോളർ, $70 എനിക്ക് വേണം. അൽ ഉമ്മ, അപ്പൊ ഉമ്മ ചോദിച്ചു, സബഊന ദൂലാറൻ, $70? ലിമ, എന്തിന്? അൽ വലത്, ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു, ഹഫ്ര ബിഇറിൻ ഫി അഫ്രീഖിയ. ഹഫ്ർ, കുഴിക്കുക. ബിഇർ, നേരത്തെ നമ്മൾ പരിചയപ്പെട്ട പദമാണ് കിണർ. ഫി അഫ്രീഖിയ, ആഫ്രിക്കയിൽ എനിക്ക് ഒരു കിണർ കുഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഉമ്മ ചോദിക്കാണ്, അഫ്രീഖിയ, ആഫ്രിക്കയോ? ബലദുൻ ബഈദ്, ബലദ് നാട് അല്ലെങ്കിൽ രാജ്യം. ബഈദ് ദൂരെയുള്ള, വളരെ ദൂരെയുള്ള ആഫ്രിക്കയിലോ എന്നുമ്മ ചോദിക്കാണ്. അൽ വലദ് നഅം, അതെ. ഹുനാക, അവിടെ ഉണ്ട്. ആലാഫുൻ മിനസ്സിആരി, ആലാഫ്, അൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 അതിൻ്റെ ജം ആണ് ആലാഫ്, 1000. മിനസ്സിആരി, സഈർ ചെറുത്, സിആർ ചെറിയ കുട്ടികൾ, ഒരുപാട് ആയിരക്കണക്കിന് ചെറിയ കുട്ടികൾ അവിടെ ഉണ്ട്. ലൈസ ലദൈഹിം, ലദൈഹിം എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട് എന്നാണ്. ലദൈഹിം അവർക്കുണ്ട്. ലൈസ ലദൈഹിമാണ് ഇവിടെ, അവർക്കില്ല. മാഉൻ, വെള്ളമില്ല. സ്വാലിഹുൻ, നല്ല വെള്ളം. ലിഷുറുബി, കുടിക്കാൻ ആവശ്യമായ നല്ല വെള്ളം ഇല്ലാത്ത ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഉമ്മ പറയാണ്, യാ ബുനയ്യ, എൻ്റെ മോനെ, കൈഫ, എങ്ങനെയാണ്, നജ്മഉ, ജമഅ കളക്ട് ചെയ്യുക, ശേഖരിക്കുക, ഒരുമിച്ച് കൂട്ടുക. കൈഫ നജ്മഉ, നമ്മൾ എങ്ങനെ ഒരുമിച്ച് കൂട്ടും. സബഈന ദൂലാറൻ, $70 നമ്മളെ കൊണ്ട് ഒരുമിച്ച് കൂട്ടാൻ പറ്റുമോ, കളക്ട് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കുക എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. ഈ പാഠത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്, ഹിവാർ. നഖ്റ ഉൽ ഹിവാർ, നമുക്ക് സംഭാഷണം വായിക്കാം. വ നുകമ്മിൽ, എന്നിട്ട് പൂർത്തിയാക്കാം. അപ്പം അവിടെ നേരത്തെ ഉമ്മയുമായിട്ടാണ് കുട്ടി സംസാരിച്ചിരുന്നത്, ഇവിടെ ഉപ്പയോട് സംസാരിക്കുകയാണ്. ജലസൽ വലതു യുഫക്കിറു, ജലസ കുട്ടി ഇരുന്നു, അൽ വലതു കുട്ടി, യുഫക്കിറു ആലോചിച്ചുകൊണ്ട് ഇരുന്നു. സഅലൽ വാലിദ്, അപ്പോൾ ഉപ്പ ചോദിച്ചു, അതായത് കുട്ടി സ്കൂൾ വിട്ട് വന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കണ്ടപ്പോൾ അവിടേക്ക് വന്ന് അവൻ്റെ ഉപ്പ കുട്ടിയോട് ചോദിക്കുകയാണ്. നേരത്തെ ഉമ്മ ചോദിച്ച അതേ വാക്ക് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. മാ ബിക്ക യാ ബുനയ്യ, എന്തു പറ്റി മോനെ. അറാക്ക ഹസീനൻ, അറാ എന്ന് പറഞ്ഞ എന്നാണ് കണ്ടു എന്നതിൻ്റെ വാക്ക്, അതിൻ്റെ മുവാരിയാണ് അറ, ഞാൻ കാണുന്നു. ക, നിന്നെ. ഹസീനൻ, ദുഃഖിതനായിട്ട് കാണുന്നു, ഞാൻ നിന്നെ ദുഃഖിതനായി കാണുന്നു. നിനക്ക് എന്താണ് പറ്റിയത്? അപ്പം അവർക്കിടയിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. ഫദാറ, അപ്പോൾ നടന്നു. ബൈനഹുമാ, അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ. ഹിവാർ, ഒരു സംഭാഷണം നടന്നു. ഈ സംഭാഷണമാണ് നമുക്കിനി പൂരിപ്പിക്കേണ്ടത്. നേരത്തെ ഉമ്മയോട് പറഞ്ഞ അതേ സംഭാഷണം തന്നെ നോക്കിയിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് പൂരിപ്പിക്കാം. നോക്കാം. അൽ വാലിദ് ബിമ തുഫക്കിറു, ബിമ തുഫക്കിറു, എന്തിനെ പറ്റിയാണ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്തിനെ കൊണ്ടാണ് നീ ചിന്തിക്കുന്നത്. അപ്പം നേരത്തെ കുട്ടി എന്തിനെ പറ്റിയിട്ടായിരുന്നു ചിന്തിച്ചത്? നേരത്തെ ആ പാഠത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു കിണർ കുഴിക്കുന്നതിനെ പറ്റിയിട്ടാണ് അവൻ ചിന്തിക്കുന്നത്. അതിന് അവന് വേണ്ടത് $70. അപ്പോൾ എന്തിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്? അവൻ ചിന്തിക്കുന്നത് ആ $70 കുറിച്ചാണ്. നമുക്കിവിടെ $70 എന്ന വാക്ക് വരുന്ന സബഈന ദൂലാറൻ, അല്ലെങ്കിൽ ഉമ്മയോട് പറഞ്ഞ പോലെ തന്നെ ഉരീദു സബഈന ദൂലാറൻ,
അപ്പോൾ ഉപ്പ ചോദിക്കുകയാണ് ലിമ ഹാസൽ മബ്ല, എന്തിനാ ആ പൈസ? മബ്ല തുക. അപ്പോൾ എന്തിനായിരുന്നു? കിണർ കുഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കുട്ടി പറയാണ് കിണർ കുഴിക്കുക എന്നുള്ള വാക്ക് ഹഫ്രൽ ബിർ. ഹഫ്രൽ ബിർ, അല്ലെങ്കിൽ ഉമ്മയോട് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്ക് ചേർക്കാം ഉരീദു ഹഫ്ര ബിറിൻ. ഉരീദു ഹഫ്ര ബിറിൻ. ഉമ്മയോട് നേരത്തെ അവിടെ പറയുമ്പോൾ ഫി അഫ്രീഖിയ എന്ന് പറയുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത ചോദ്യം ഐന യാ ബുനയ്യ, എവിടെയാണ് മോനെ എന്നായതുകൊണ്ട് അഫ്രീഖിയ നമ്മൾ മുമ്പിലത്തെ ഉത്തരത്ത് ചേർക്കുന്നില്ല. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മാത്രമേ നമ്മളവിടെ ഫി അഫ്രീഖിയ എന്ന് ഉത്തരം കൊടുക്കുന്നു. അപ്പോൾ ഉപ്പ ചോദിക്കാണ് മൻ കാല ഹാദ, ആരാ ആ കാര്യം നിന്നോട് പറഞ്ഞത്? അപ്പോൾ കുട്ടി ആരിൽ നിന്നാണ് കേട്ടത്? മിൻ മുദരിസത്തിഹി ആണ് നമ്മൾ പാഠത്തിൽ കണ്ടത്. മുദരിസത്തിഹി, അവൻ്റെ ടീച്ചറിൽ നിന്നാണ്. അപ്പോൾ അതിനെ എൻ്റെ ടീച്ചറാക്കണം. മുദരിസത്ത് അധ്യാപിക, അതിൻ്റെ കൂടെ മുദരിസത്തീ എന്ന് ചേർത്താൽ എൻ്റെ അധ്യാപിക. അപ്പോൾ മിൻ മുദരിസത്തീ, എൻ്റെ അധ്യാപികയിൽ നിന്ന്. അപ്പോൾ ഉപ്പ പറയാണ് ലാ തഹസൻ, നീ വിഷമിക്കണ്ട, സനജ്മഉ, നമുക്കത് കളക്ട് ചെയ്യാം, ശേഖരിക്കാം, ഇൻഷാ അള്ളാ, ഇൻഷാ അള്ളാ. അപ്പോൾ മകന് മറുപടി പറയാണ് ബാറക്കല്ലാഹു ഫീന, അക്കാര്യത്തിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് ചെയ്യട്ടെ എന്നാണ് കുട്ടി ഇവിടെ പറയുന്നത്.